നിങ്ങൾ ഇംഗ്ലണ്ടുകാരുടെ ട്രഡീഷണൽ ഫുഡായ ഫിഷ് ആൻഡ് ചിപ്സ് കണ്ടിട്ടുണ്ടോ? അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇംഗ്ലീഷുകാരുടെ ട്രഡീഷണൽ ഫുഡായ ഫിഷ് ആൻഡ് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിപ്സ് പൊട്ടറ്റോ നമുക്ക് നീളത്തിൽ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. അതരിഞ്ഞ് കഴുകി വാരി ഒരു കോട്ടൺ തുണിയിലിട്ട് അത് ഈർപ്പത്തിന് പോകാൻ വേണ്ടിയിട്ടേക്കാണ്. അപ്പം ഞാനത് പകുതി ഓൾറെഡി എണ്ണയ്ക്കകത്തിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വറുത്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് വറുക്കുകയല്ല ചെയ്യുന്നത്. ഹാഫ് വറുത്ത് കഴിഞ്ഞിട്ട് ഞാനത് കോരിയെടുത്ത് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ വാർത്തെടുക്കുക ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള വേകുകയും ചെയ്യത്തുള്ളൂ, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് ഹാഫ് വറുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി അത് അവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫിഷിൻ്റേത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഫിഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഒരു മിക്സും ഉണ്ട്. 2 ഐറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദക്കകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്, റൈസ് പൗഡർ. പിന്നെ ഒരു ലേശം ഉപ്പും ഇട്ടിട്ട് ഇത് ബാറ്റർ ഉണ്ടാക്കുന്നത്. ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം ഒഴിച്ചല്ല ഈ ബാറ്റർ ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ ഓതൻറ്റിക് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് ബിയറാണ് ഒഴിച്ചിട്ടാണ് ബാറ്റർ ഉണ്ടാക്കുന്നത്. വെള്ളത്തിന് പകരം ബിയറാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബിയർ ഒഴിച്ചിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കുന്നത്. അത് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, ഒത്തിരി തിക്കുമാകരുത്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ. അപ്പോൾ അത് നമുക്ക് ബാറ്റർ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഹെർബ്സ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മിക്സ് ഹെർബ്സും ഒറിഗാനോയും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ ഇച്ചിരി നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് മിക്സ് ഹെർബും അതും മാത്രമേ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിനകത്തോട്ട് ഒരു ലേശം മഞ്ഞൾ പൊടി ഇടുന്നത്, അതായത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇവരിടത്തില്ല, നമുക്ക് നമ്മുടെ ഒരു ഓപ്ഷനിൽ നമുക്ക് ആ ഒരു കളറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ. ഒരു പൊടിക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൊടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അതും എടുത്ത് വെക്കാം. നമ്മൾ ഇതിനകത്തൊരു ലേശം ഉപ്പിട്ടിട്ടുണ്ട് ബാറ്ററിനകത്ത്. അതേസമയം മറ്റേനകത്ത് ഇട്ടിട്ടില്ല. മറ്റേനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. പക്ഷേങ്കിൽ ഇവർ അധികം ഉപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് അത് അവർ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ചിപ്സ് ഒന്നുകൂടെ വറുക്കാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡീപ്പ് ഫ്രൈ ആണ്, സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഈ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ചിപ്സ് വേകുകയും ചെയ്യും, ക്രിസ്പായിരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനുള്ള മെത്തേഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഒറ്റയടിക്ക് വറക്കാതെ 2ആയിട്ട് വറക്കുക. മീൻസ് ഹാഫ് ബോയിൽ ചെയ്തിട്ട് എടുത്ത് കോരി വെച്ച് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇടുക. അപ്പോൾ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഫില്ലറ്റാണ്, ഫിഷിൻ്റെ ഫില്ലറ്റാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ മുള്ളൊന്നും ഇല്ലാത്ത ഫില്ലറ്റാണ് ഇത്, കോഡിൻ്റെ ഫില്ലറ്റാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന പൗഡർ മിക്സിനകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് അതിലൊന്ന് പൗഡർ പിടിപ്പിക്കുകയാണ്. എങ്കിൽ അത് ആ ബാറ്റർ നമുക്ക് അതിലൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്ന മെത്തേഡാണിത്. ഇവിടെ ആൾക്കാർ ചെയ്യുന്നത്, എഴുത്തുകാർ ചെയ്യുന്നത്. നമ്മളത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ എന്താ പറയുന്നത്, നല്ല തുണ്ടൻ മീനൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു വെറൈറ്റി എന്താ പറയുന്നത്, ഇവിടുത്തുകാരുടെ ഒരു ട്രഡീഷണൽ ഫുഡല്ലേ. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ബാറ്ററിനകത്ത് മുക്കി അത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് മുക്കിയിട്ട് എണ്ണ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വെറൈറ്റി ഡിഷാണ്. നമുക്ക് ഡിന്നറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ആൾക്കാർ ഡിന്നറിനും ലഞ്ചിനും ഒക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. ഫ്രൈഡേസ് അവർ നമ്മുടെ ഗൾഫിലൊക്കെ ബിരിയാണി വെക്കുന്ന പോലെ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഇവിടെ ഫ്രൈഡേസിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പബ്ബിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഫിഷ് ഞാനത് ബാറ്ററി മുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 2 കാണിക്കുന്നുണ്ട്. ഞാൻ വേറെ 3-4 കൂടെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4-5 പേരുള്ളതുകൊണ്ട് ഞാൻ വേറെ അതുകൊണ്ടാണ് അത്രയും ബാറ്റർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ ഓർക്കണ്ട ഇത്രയും ബാറ്റർ എന്തിനാണെന്നുള്ളത്.
ഓക്കെ, പിന്നെ ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ 2 മാത്രമായിട്ട് ഫ്രൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഫിഷ് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷും റെഡി ആയിട്ടുണ്ട്, ചിപ്സും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇവർ ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് പുഴുങ്ങിയിട്ട് അതും കൂടെ കഴിക്കും, അതല്ലെങ്കിൽ മാഷാക്കിയിട്ട്, അത് പുഴുങ്ങി മാഷാക്കിയിട്ട് കഴിക്കും. ഞാനിപ്പോൾ അത് കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർ എന്നോട് വിനീഗറാണ് ചേർക്കുന്നത്, വിനീഗർ ചേർത്തിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു വെറൈറ്റി ഡിഷാണ്. അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമുക്ക് കേൾക്കുക. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതിനെ കാണാം. എല്ലാവർക്കും ബായ്.